അനന്തപുരിയെ യാഗശാലയാക്കി പൊങ്കാല അർപ്പിച്ച ആറ്റുകാലമ്മയെ മനം നിറയെ കണ്ടു തൊഴുത് മടങ്ങുകയാണ് ഭക്തർ. അടുത്ത പൊങ്കാലക്കാലത്തിനായി പ്രതീക്ഷയർപ്പിക്കുകയാണ് ഭക്ത മനസ്സുകൾ. അതേസമയം ക്ഷേത്രത്തിൽ ദർശനത്തിന് ഭക്തരുടെ നീണ്ട നിരയാണ്. രാത്രി 7:45 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തും. 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ 7:45 കൂടിയാണ് കുത്തിയോട്ടം നടക്കുന്നതെങ്കിലും വലിയ തിരക്കാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എത്രത്തോളം ഭക്തി സാന്ദ്രമാണ് അന്തരീക്ഷം? ദേവിക പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്ത അത്ര ആത്മസംതൃപ്തിയിലാണ് ഓരോ ഭക്തനും ഈ ക്ഷേത്രസന്നിധിയിൽ നിന്ന് കടന്നു പോകുന്നത്. അനന്തപുരിയെ യാഗശാലയാക്കി മാറ്റി അക്ഷരാർത്ഥത്തിൽ ഒരു യജ്ഞഭൂമി തന്നെയായിരുന്നു അനന്തപുരി ഒന്നാകെ, പത്മനാഭന്റെ തിരുമുറ്റം ഒന്നാകെ, ആറ്റുകാലമ്മയുടെ തിരുമുറ്റം ഒന്നാകെ ഒരു യജ്ഞഭൂമിയായി മാറി. ആറ്റുകാൽ പൊങ്കാല ഒരു വർഷം നീണ്ടു നിന്ന ആ കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നത്. പൊങ്കാല അർപ്പിച്ചുകൊണ്ട് അമ്മമാർ എല്ലാവരും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി, പൊങ്കാല നൈവേദ്യവുമായി മടങ്ങി. എന്നാൽ ദർശനം ഈ പൊങ്കാല അർപ്പിച്ചതിന് ശേഷവും ദർശനം നടത്താനായി നിരവധി ഭക്തരാണുള്ളത്. ആ ഭക്തരെല്ലാം ക്ഷേത്ര സന്നിധിയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈ ഒരു വശത്തു കൂടി നമ്മൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് താലപ്പൊലിയാണ്. താലപ്പൊലിക്കായുള്ള ഭക്തരുടെ ഒരു നിരയാണ്. ചെറിയ ബാലികമാർ താലപ്പൊലി തട്ടവും ഏന്തിക്കൊണ്ട് ഇപ്പോൾ ദർശനത്തിനായി അമ്മയുടെ തിരുമുമ്പിലേക്ക് പോകുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താലപ്പൊലിക്ക് വലിയൊരു ഭക്തജന സാന്നിധ്യവും താലപ്പൊലിയോടനുബന്ധിച്ച് ഇപ്പോൾ കാണാൻ കഴിയും. ഈ നിര, അതായത് ഈ വരിയായി പോകുന്നതെല്ലാം ഒട്ടേറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ താലപ്പൊലിയുമായി ഈ ബാലികമാർ ദർശനത്തിനായി പോകുന്നത്. ആ ദർശനത്തിന് അടുത്തേക്ക് ചെന്നതിന് ശേഷം ദർശനം കഴിച്ച് അവർ പുറത്തിറങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പൊങ്കാല നൈവേദ്യം അർപ്പിച്ച ഭക്തർക്കുള്ള ദർശനവും നടക്കുന്നുണ്ട്. അവിടെയും ദർശനത്തിനായുള്ള വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു ആത്മസംതൃപ്തിയിലും നിർവൃതിയിലുമാണ് ഈ എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും ആ ഒരു സംതൃപ്തിയിലാണ് കാണാൻ. ചേച്ചി, പൊങ്കാല ഇട്ടോ? പൊങ്കാലിട്ട് താലപ്പൊലിക്ക് പോകുന്നു. അപ്പം എല്ലാവരും പൊങ്കാല അർപ്പിച്ചുകൊണ്ട് താലപ്പൊലിയും എന്തി ഇങ്ങനെ പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കഴിയാൻ കഴിയുന്നത്. മറുവശത്ത് കാണാൻ കഴിയുന്നത്, മറുവശത്ത് ദർശനത്തിനായിട്ടുള്ളൊരു നീണ്ടതിരയും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അതായത് ക്ഷേത്രത്തിനകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തുകൂടിയാണ് ഈ താലപ്പൊലി ബാലികമാർക്ക് പോകുവാനുള്ള ആ ക്യൂ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്ര മുറ്റത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് കാണാം ഒട്ടേറെ ഭക്തർ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലരും ഈ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം നിൽക്കുന്നവരാണ്. ദർശനം അടക്കം ഉണ്ട്. അങ്ങനെ ആ ദർശനം അടക്കം കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് എവിടുന്നാ വരുന്നത്? കാസർഗോഡ് നീലേശ്വരം. പൊങ്കാല അർപ്പിച്ചോ? പൊങ്കാല അർപ്പിച്ചു. അമ്മയുടെ ദർശനം കഴിഞ്ഞു? കഴിഞ്ഞു. തൊഴുത് ഇപ്പം ഇറങ്ങി. ഇവിടെ അനന്തപുരിയും പൊങ്കാലയും ഈ ക്ഷേത്രം സ്ഥിരമായിട്ട് വരുന്നവരാണ് ഇവിടെ. ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ് വരുന്നത്. നല്ല രീതിയിലെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ 4ാമത്തെ വർഷമാണിത്. ഏതൊക്കെ പൊങ്കാലകളാണ് അർപ്പിച്ചത്? ഏതൊക്കെ പൊങ്കാല? പായസം മാത്രം. ഇവിടേക്ക് എല്ലാവരും നേരത്തെ ഈ ടീം സ്ഥിരമായിട്ട് വരുന്നത്, സ്ഥിരമല്ല, കുറച്ച് വർഷങ്ങളായി പഠിപ്പിച്ച് വരികയാണ്. നല്ല അനുഭവമാണ്, അമ്മയുടെ അനുഗ്രഹം. കാസർഗോഡ് നിന്ന് ഇങ്ങെത്തിയിട്ട് എങ്ങനെ തോന്നുന്നു ഒരു അനുഭവം? നമുക്കൊരു ഭാഗ്യമല്ലേ, കാസർഗോഡ് അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് ഈ ഒരു പൊങ്കാല നിവേദിക്കാന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യമല്ലേ അത്. അതുകൊണ്ട് നമ്മൾ നീലേശ്വരത്ത് നിന്ന് വരികയാണ്, പിന്നെ കണ്ണൂരിൽ നിന്നുണ്ട്. അങ്ങനെ നമ്മൾ ടീമായിട്ട് വരില്ല. ഓരോ വർഷം കഴിയുന്നതോറും സംഘത്തിൽ കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുത്താറുണ്ട്. അതെ. പിന്നെ അതല്ല, ഓരോ വർഷം കൂടുന്നതോറും ഇനി അടുത്ത വർഷം വരണം എന്നുള്ളൊരു ചിന്തയാണ്. അർപ്പിച്ചിട്ട് ഒരു ആത്മസംതൃപ്തിയിലേക്കാണ്. അതെ, സത്യം. അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്, സത്യം. എവിടെയായിരുന്നു പൊങ്കാല ഇട്ടത്? ഇവിടെ ഒരു ഗണപതി അമ്പലത്തിന്റെ അടുത്തായിട്ട്, തമ്പാനൂര്. ദേവിക, കാസർഗോഡ് നിന്നുള്ള ഭക്തജന സംഘത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ പല നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് നമുക്ക് പറയാം, കന്യാകുമാരി മുതൽ കാസർഗോഡ് എന്ന് പറയുന്നത് പോലെ തന്നെ നാടിൻ്റെ നാനാഭാഗത്തും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള അടക്കം നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്, പൊങ്കാല അർപ്പിക്കുകയും ചെയ്തത്. അവർ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം അമ്മയുടെ ദർശനം നടത്തണം, ആ ദർശനം നടത്തിയിട്ട് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു
മനസ്സോടു കൂടിയാണ് ഭക്തർ എല്ലാവരും എത്തുന്നത്. ഇനി 7:30 കുത്തിയോട്ടം തുടങ്ങും. കുത്തിയോട്ടം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അമ്മയുടെ എഴുന്നള്ളത്തുണ്ടാകുന്നത്. മണക്കാട് ശാസ്താവിൻ്റെ സന്നിധിയിലേക്ക് അമ്മയുടെ എഴുന്നള്ളത്തുണ്ടാവും. തുടർന്ന് ആ എഴുന്നള്ളത്ത് അവിടെ നിന്നും നാളെ പുലർച്ചയോടെ എഴുന്നള്ളുകയും ചെയ്യും. അതോടുകൂടി നാളത്തെ ദിവസത്തോടു കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഔദ്യോഗികമായിട്ടൊരു പരിസമാപ്തി കുറിക്കുന്നത്. അങ്ങനെ അതോടുകൂടി ഈ ഒരു പൊങ്കാലക്കാലം അവസാനിക്കും. അടുത്ത ഒരു പൊങ്കാലക്കാലത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഭക്തജനങ്ങളുടെ ഒരു കാത്തിരിപ്പും കൂടിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നമ്മൾ നേരത്തെയും പറയുന്നത് പോലെ ഈ ഒരു പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്തരുടെ മനസ്സിൽ അടുത്തൊരു പൊങ്കാലക്കാലത്തിലേക്ക് കടക്കണമെന്നൊരു ചിന്തയാണ് ഭക്തരുടെ എല്ലാ മനസ്സിലും. അമ്മ എവിടുന്നാ വരുന്നത്? മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. പൊങ്കാല വീട്ടിൽ വെച്ചിട്ട് ഇവിടെ ദർശനത്തിന് വന്നു? എല്ലാ ദിവസവും വന്നു. എല്ലാ ദിവസവും വരും? എല്ലാ ദിവസവും. അതൊരു ഭാഗ്യമല്ലേ? അത് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അത് സാധിക്കുള്ളൂ. എനിക്കതിന് സാധിച്ചു. അപ്പോൾ ഇന്ന് പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഭയങ്കര പ്രധാനപ്പെട്ടതായതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം എത്ര തിരക്കായാലും ഇന്ന് വന്ന് തൊഴണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. അതെല്ലാം ദേവി സാധിച്ചു തരുന്നു. ഒന്നും നമുക്ക് താമസമില്ലാതെ സാധിച്ചു തരുന്ന ദേവിയാണ്. വലിയൊരു സംതൃപ്തി കൂടിയാണല്ലോ ഒരു പൊങ്കാല അർപ്പിക്കുമ്പോഴേ. പിന്നെ അത് സാധിക്കുമോ എന്നുള്ളത് അത് ചെയ്ത് തീരുന്നത് വരെ നമുക്കൊരു പേടിയാണ്. മൺകലം പൊട്ടുവോ, അങ്ങനെ പല ഇതാണ്. എല്ലാം ചെയ്ത് കഴിയുമ്പം ദേവി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെന്നുള്ള ഒരു സന്തോഷം. അടുത്ത ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത്. അപ്പം കുത്തിയോട്ടം കാണാൻ നിൽക്കുന്നുണ്ടോ? ഇവിടെ നിൽക്കും. 7:30 പറയുന്നു. അപ്പം കാണാൻ പറ്റുമെങ്കിൽ കാണാം. എഴുന്നള്ളത്തിനൊപ്പം സഞ്ചരിക്കുമോ മണക്കാട് ശാസ്താവിന്റെ സന്നിധിയിലേക്കുള്ള? ഉണ്ട്, പക്ഷെ നടക്കില്ല. ഏതെങ്കിലും ഒരു വർഷം കണ്ടിട്ടുണ്ട്, തിരിച്ചു വരുന്ന കണ്ടിട്ടുണ്ട്. പുലർച്ചെ എല്ലാം ദേവി സാധിച്ചു തരുന്നുണ്ട്. പണ്ട് ചെറുപ്പമായിരുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ട്, മണക്കാട് ഏരിയയിൽ എവിടെയെങ്കിലും. പിന്നെ ഇപ്പം പ്രായമൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് വെയിലൊക്കെ താങ്ങത്തില്ല ശരീരം. വീട്ടിൽ തന്നെ ഇട്ടിട്ട് നല്ല ടയേർഡായി. പിന്നെ ഇന്നലെ ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനൊരു ഭക്തയെ അമ്മ കൈവിടാതിരിക്കുമോ? ആരോഗ്യസ്ഥിതിയൊക്കെ മാറും, അമ്മ ഉണ്ടാവും ഒപ്പം. ഒരു കാര്യം കഴിഞ്ഞ വർഷം സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ. ഇവിടെ വന്ന് ഞാൻ കുറേ തൊഴുതിട്ട് എനിക്ക് മതിയാവുന്നില്ല. അപ്പം ഞാൻ അവിടെ വന്നപ്പോൾ എൻ്റെ മുമ്പിൽ അവിടെ നിന്ന് പിച്ചിപ്പൂ വന്ന് വീണ് എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്നൊരു ഫാമിലി പറഞ്ഞ് ദേവിയുടെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി കിട്ടി. അപ്പോൾ എനിക്കത് ദേവിയുടെ അനുഗ്രഹം തന്നെയായിരുന്നു. 7ാമത്തെ ദിവസം, കഴിഞ്ഞ വർഷം ഉത്സവത്തിൻ്റെ 7ാം ദിവസം. അങ്ങനെ അനുഭവങ്ങൾ നിരവധിയാണ്. ആരോഗ്യസ്ഥിതിയിലും പേടിക്കേണ്ട, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ആരോഗ്യം വളരെ മോശമായിരിക്കുകയാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വപ്ന ദർശനം കിട്ടിയിട്ടുണ്ട് 2 പ്രാവശ്യം. എന്തായാലും അമ്മയുടെ അനുഗ്രഹമുണ്ട് എപ്പോഴും. അങ്ങനെ ഭക്തർ ഓരോരുത്തർക്കും ശരി, അത് തന്നെയാണ് പ്രശാന്ത്. ഭക്തി സാന്ദ്രമാണ് ക്ഷേത്ര പരിസരം. രാത്രി 7:45 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തും. 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് നടക്കുക. പ്രശാന്ത് ശങ്കരമംഗലത്താണ് അവിടെ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവച്ചത്.